നമസ്കാരം. MPV സെഗ്മെൻറ്റ് അല്ലെങ്കിൽ MUV സെഗ്മെൻറ്റ് ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. താരതമ്യേന മറ്റ് സെഗ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴൊന്നും വലിയ കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിസാൻ്റെ ഇവാലിയ പോലത്തെ വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. മാർക്കറ്റിങ്ങിൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ നിസാൻ്റെ ആ സമയത്തൊക്കെ നല്ല കോസ്റ്റായിരുന്നു ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾക്കൊക്കെ സ്പെയറിനൊക്കെ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രൈബർ എന്ന് പറയുന്നൊരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിബിളിങ്, അതായത് നിസാൻ ഇറക്കാൻ പോകുന്ന വാഹനം ഗ്രാവൈറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? 72 PS പവറും 96 Nm ടോർക്കും ഉള്ള ആ ഒരു എഞ്ചിൻ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നിസാൻ്റെ കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റെനോയുടെ കയ്യിലാണ്. റെനോ വാഹനങ്ങൾ ഉണ്ടാക്കുന്നു, നിസാൻ അത് റീബാഡ് ചെയ്ത് വിൽക്കുന്നു. ഇപ്പോൾ മാഗ്നറ്റ് എന്ന് പറയുന്നൊരു വാഹനം കൊണ്ട് മാത്രമാണ് നിസാൻ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. റെനോയുടെ ട്രൈബർ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഗ്രാവൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ 2019 എന്ന് പറയുന്നത് സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഫ്യൂച്ചർ മൊബിലിറ്റി ഷോയിലൊക്കെ നമ്മളൊരു വാഹനത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം, അതായത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അതിലേക്ക് എത്താം. കാരണം ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത് YVF ആണ്. ഹോങ്കോങ്ങിലും ജപ്പാനിലും ഒക്കെ വിൽക്കുന്ന ഈ ഒരു വാഹനത്തെ അവിടെ വിളിക്കുന്നത് സുസുക്കി സൊളിയോ എന്നുള്ളതാണ്. അപ്പോൾ സുസുക്കി സൊളിയോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് MPV വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. എൻ്റെ സൈസൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു മെഷർമെൻ്റൊക്കെ ഉള്ളത്. അതായത് 4 മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ അത്യാവശ്യം ടാക്സ് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, എൻജിൻ CC 1200 CC മുകളിലേക്ക് പെട്രോൾ എൻജിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ഡീസലാണെങ്കിൽ ഡീസലിൻ്റെ പരിപാടി ഓൾറെഡി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും എന്നെപ്പോലെ ഡീസൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഡീസൽ മേടിക്കാൻ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ 1500 CC മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾ, അത് മാത്രമല്ല 4 മീറ്ററിന് താഴത്തേക്ക് ആണ് അതിൻ്റെ സൈസ് എങ്കിൽ പോലും എൻജിൻ CC 1500 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യമായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വാഹനവും 4 മീറ്ററിന് താഴത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. സുസുക്കി സൊളിയോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് MPV വാഹനമാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സുസുക്കി എന്താണ് മീൻ ചെയ്യുന്നതെന്ന്. ഇവിടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൈലേജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുസുക്കി അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സേഫ്റ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്ലോബൽ NCAPൻ്റെ റിസൾട്ടൊക്കെ വെളിയിൽ വരുന്നുണ്ട്. അതിൽ സിയാസിൻ്റെ കാര്യം നമുക്കറിയാം. അത് മാത്രമല്ല സെലറിക്കൊക്കെ എത്ര റാങ്കിങ് ആണ് കിട്ടിയത് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എത്ര പോയിൻ്റ് ആണ് കിട്ടിയത് എന്ന് നമുക്കറിയാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ പറയുന്ന പുതിയ വാഹനം, അതായത് അത് ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുക. YVF എന്ന കോഡ് നെയിമിൽ ഇന്ത്യയിൽ ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണെന്ന് ഇതുവരെ കമ്പനി പറഞ്ഞിട്ടില്ല. എർട്ടിഗയുണ്ട്, XL6 ഉണ്ട്. ചിലപ്പം നെക്സ ഷോറൂമിലൂടെ ആയിരിക്കും ഈ ഒരു വാഹനം വരുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കണം. 2028-29 ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ആയിരിക്കും മിക്കവാറും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. മൈലേജ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ WLTP സൈക്കിളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിലൊക്കെ കാര്യമായിട്ടുള്ള നല്ല മൈലേജ് ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. WLTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, വേൾഡ് വൈഡ് ഹാർമണൈസ്ഡ് ലൈറ്റ് വെഹിക്കിൾ പ്രൊസീജിയർ, ടെസ്റ്റ് പ്രൊസീജിയറാണ് ഈ WLTP എന്ന് പറയുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനും അതുപോലെ തന്നെ എത്ര റേഞ്ച്, ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ എത്ര റേഞ്ച് ലഭിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ എത്ര ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് എത്ര കിട്ടും എന്നുള്ളതാണ് അവിടെ നോക്കുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ ജാപ്പനീസ് സ്പെക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ 3810 മില്ലിമീറ്ററാണ് ലെങ്ത്ത്. വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1645 മില്ലിമീറ്റർ വരുന്നുണ്ട്. ഹൈറ്റ്, നല്ല ഹൈറ്റുള്ളൊരു വാഹനമാണ്. 1745 മില്ലിമീറ്റർ ഹൈറ്റ് ഈ ഒരു വാഹനത്തുണ്ട്. വീൽ ബേസ് അപ്രോക്സിമേറ്റ്ലി 2500 കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2480 മില്ലിമീറ്റർ ഈ ഒരു വാഹനത്തിന് വീൽ ബേസ് ഉണ്ട്. 5 സീറ്റർ ആയിരിക്കും വരുന്നത്. അതായത് ട്രൈബറിനെ പോലെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഗ്രാവൈറ്റിനെ പോലെയൊക്കെ 7 സീറ്റർ വാഹനം വരാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുസുക്കി ഏത് തരത്തിലുള്ള പവർ ട്രെയിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്വിഫ്റ്റിലും ഡിസയറിലൊക്കെ കണ്ടിട്ടുള്ള ZL-E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഹൈബ്രിഡ് ടെക്നോളജി ആയിരിക്കും. ഇത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലായിരിക്കും വരുന്നത്. വീലുകളെ ചലിപ്പിക്കുന്നത് മോട്ടറായിരിക്കും. മോട്ടറിന് പവർ കൊടുക്കുന്നത് ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഈ ബാറ്ററിയിലേക്ക് കറണ്ട് വരുന്നത് ഒരു ജനറേറ്ററിൽ നിന്നായിരിക്കും. ഈ ജനറേറ്ററാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ വിശ്വവിഖ്യാതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വിഫ്റ്റിലും അതുപോലെ തന്നെ ഡിസയറിലൊക്കെ ഉള്ള ഈ ZL-E എന്ന് പറയുന്ന എഞ്ചിൻ.
പിന്നെ എടുത്തുകൊണ്ട ഒരു കാര്യം, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. അതൊരു CVT ടൈപ്പ് ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 22 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ഓൾറെഡി ഇപ്പം WLTP സൈക്കിളിലൊക്കെ അല്ലെങ്കിൽ ആ ടെസ്റ്റ് പ്രൊസീജിയറിലൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതൊന്നും പോരാ. കാരണം 22 കിലോമീറ്റർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ നോർമൽ പെട്രോൾ വാഹനങ്ങൾക്ക്, മാരുതിയുടെ വാഹനങ്ങൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണം. അപ്പോൾ തീർച്ചയായിട്ടും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അതിലാദ്യം വരാൻ പോകുന്നത് ഈ പറയുന്ന ഫ്രോങ്സും ബലീനോയും. അത് മാത്രമല്ല അത് ഫോളോ ചെയ്തുകൊണ്ട് പിന്നെ വരുന്നൊരു വാഹനം എന്ന് പറയുന്നത് ബ്രസയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഈ ഒരു വാഹനവും വരും. ഈ ഒരു വാഹനത്തിൻ്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡയമെൻഷനോ ഒന്നും കമ്പനി വെളിയിലേക്ക് വിട്ടിട്ടില്ല. എന്തായാലും ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതായത് കോഡ് നെയിം എന്ന് പറയുന്നത് YVF എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മൈലേജിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ വരും. ഇതൊരു MPV സെഗ്മെൻറ്റിലുള്ള വാഹനമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനാണ് മാരുതി സുസുക്കി പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. 2028-29 സാമ്പത്തിക വർഷത്തിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. മാരുതിക്ക് ബൃഹത്തായ പ്ലാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി തന്നെയാണ്. മൈലേജ് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. സേഫ്റ്റിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഫീച്ചറുകൾ കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ത്യക്കാർക്ക് വേണ്ടത് മൈലേജാണ്. ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റേഞ്ച് ആങ്സൈറ്റി, റിലയബിലിറ്റി. അത് മാത്രമല്ല ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വാഹനം ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിക്ക് മാറുമോ എന്നുള്ളൊരു ചിന്ത. ഇവിടെ പ്രധാനമായിട്ടും ഈ 5% ടാക്സ്, അതായത് GST 5% മാത്രമാണ് ഇലക്ട്രിക് കാറുകൾക്കുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ നിർവചനം എന്ന് പറയുന്നത് ഈ ടാക്സിൻ്റെ സ്ലാബിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നിർവചനം എന്ന് പറയുന്നത് മോട്ടറുകൾ വീലിനെ ചലിപ്പിക്കുന്നു. ആ മോട്ടറിന് ഉള്ള പവർ കൊടുക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിക് സപ്ലൈ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും മാരുതി സുസുക്കി ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് സെറ്റൽ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിലും ഡിസൈറിലൊക്കെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ, അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഫ്യൂൽ ഒഴിക്കുമ്പോൾ ആ ഫ്യൂൽ ഉപയോഗിച്ച് ഈ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. ആ ജനറേറ്ററിൽ നിന്നുള്ള മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് മോട്ടർ വീണ്ടും മോട്ടർ വർക്ക് ചെയ്യുന്നു. അതായത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ മോട്ടറുകളായിരിക്കും വീലിനെ ചലിപ്പിക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മോട്ടർ വീലിനെ ചലിപ്പിക്കുന്നു. മോട്ടറിന് പവർ കിട്ടുന്നത് ബാറ്ററിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഇലക്ട്രിക് വെഹിക്കിളായിട്ട് കരുതണം. 5% GST വേണം. അങ്ങനെ വാഹനങ്ങളുടെ വില അഫോർഡബിൾ ആക്കി കൊണ്ടുവരാം. തീർച്ചയായിട്ടും മൈലേജും കൂട്ടാം. അതിനെതിരെ പല കമ്പനികളും മുമ്പോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ നോക്കുമ്പോഴത്തേക്കും കാര്യം മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.